2 പച്ചക്കായ മതി ചോറിൻ്റെയും കഞ്ഞീൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഉപ്പേരിയുടെ റെസിപ്പി നോക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ മീഡിയം സൈസിലുള്ള 2 നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത്. ഇത് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ഒരു ചെറിയ സവാള പൊടിയായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രക്കായ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നേന്ത്രക്കായ അതുകൊണ്ട് കുറച്ച് വേവ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്ക് 1-2 തവണ മൂടി തുറന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ആ ഒരു സമയം കൊണ്ട് 1/2 കപ്പ് ചിരിവിയ തേങ്ങ, 3-4 ചെറിയുള്ളി, 2-3 പച്ചമുളക്, 2-3 ഇല കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഈ സമയം കൊണ്ട് പച്ചക്കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടും 1/2 കപ്പ് വൻപയർ ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് നല്ല ചൂട് ചോറിൻ്റെയും കഞ്ഞിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പേരിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.